ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ലിപ്പ് കെയറിങ്ങിനെ കുറിച്ചാണ്. ലിപ്പ് കെയർ എല്ലാവർക്കും അറിയാം. ഞാനൊക്കെ സ്ഥിരം ഡെയിലി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ചുണ്ട് നന്നായിട്ട് പിഗ്മെന്റേഷൻ വന്നിരിക്കാറുണ്ട്. കുറേ നാളായിട്ട് എനിക്ക് നല്ല പിങ്ക് ഷെയ്ഡായിട്ടുള്ള ലിപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡെയിലി ലിപ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്തിരിക്കാൻ പറ്റില്ല. നമ്മുടെ ജോലി ആയതുകൊണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്തേ പറ്റൂ. അപ്പം ഞാനും ഡെയിലി വർക്കിന് കയറുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരുപാട് പിഗ്മെന്റേഷൻ വന്നു. അപ്പോൾ ഞാൻ എങ്ങനെ കെയർ ചെയ്ത് മാറ്റി എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഞാനൊരു ഹോം റെമഡി പറഞ്ഞുതരാം. അതിനുശേഷം ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് മെൻഷൻ ചെയ്ത് തരാം. ഫസ്റ്റ് ഹോം റെമഡി എന്ന് പറയുന്നത് ഞാൻ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ പ്രോഡക്റ്റൊക്കെ വരും മുന്നേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല, പക്ഷേ വീക്ക്ലി വൺസ് ഒക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു ഹോം റെമഡി. വേറെ ഒന്നുമല്ല, നല്ല ചെറുതേന് പിന്നെ ഷുഗർ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട്, മഞ്ഞൾപ്പൊടിയാണേ പറയുന്നത്, മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് നന്നായിട്ട് ഒരു 10 സെക്കൻഡ് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്യുക. എന്നതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. പിഗ്മെൻറ്റേഷൻ നല്ല വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഹോം റെമഡിയാണ്. അതിനുശേഷം നെയ്യോ ബട്ടറോ നമുക്ക് മോയ്സ്ചറൈസറിന് പകരം യൂസ് ചെയ്യാം. ഇതാണ് ഹോം റെമഡി. ഇത് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. വീക്ക്ലി വൺസ് ആണ് ഈ സ്ക്രബിങ് ചെയ്യേണ്ടത്. എല്ലാ വീക്ക്ലി വൺസും നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ പേഴ്സണലി ഇപ്പോൾ എനിക്ക് അതിനൊന്നും ഹോം റെമഡീസ് ചെയ്തുകൊണ്ടിരിക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് നോ സ്കിൻ കെയറിൻ്റെ കോഫി ലിപ് സ്ക്രബാണ്. ഇത് വീക്ക്ലി വൺസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് ഞാൻ വാഷ് ചെയ്യും. എന്നിട്ടൊരു ഗ്രീസിൽ എഫക്റ്റ് ഇതിന് ഫീൽ ചെയ്യും. പക്ഷെ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം ഞാൻ ആസ് യൂഷ്വൽ ഇതൊരു മോയ്സ്ചറൈസർ ഞാൻ ലിപ് മോയ്സ്ചറൈസർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദ ബോഡി ഷോപ്പിൻ്റെ ഷിയ ബട്ടർ ലിപ് ബട്ടറിൻ്റെ നല്ല റിസൾട്ടാണ്. ഇത് ഞാൻ രാത്രിയാണ് യൂസ് ചെയ്യാറ്. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല നീറ്റായിട്ട് നല്ല മോയ്സ്ചറായിട്ട് ഇരിക്കും. പിന്നെ ഞാൻ ഇപ്പം നമ്മുടെ സ്കിന്നിന് ഫേസ് പോലെ തന്നെ സ്കിന്നിന് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലിപ്പും. നമുക്ക് ലിപ്പിൽ SPF ഇപ്പം നമുക്ക് അത് ചേർന്ന ലിപ്പാണ്. ഇത് SPF ചേർന്നതാണ്. വിഷ് കെയറിൻ്റെ പ്രോഡക്റ്റാണ്. വിഷ് കെയറിൻ്റെ മിക്ക പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം നല്ല റിസൾട്ടാണ്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. പിന്നെ സെറാമൈഡ് ലിപ് ബാമാണ് ഇതൊരു SPF 50+ ആണ്. ഇത് ഞാൻ ഇട്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ്, ആദ്യമേ ഞാൻ രാവിലെ ഇരിക്കുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ലിപ് ടിൻറ്റ് യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം ഇറങ്ങാൻ നേരത്ത് അതപ്പോഴത്തേക്ക് ചുണ്ടുമായിട്ട് നന്നായിട്ട് ഇതാവും. അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടും. അപ്പോൾ നമുക്കൊരു ഗ്ലോസി എഫക്റ്റ് വേണ്ടാത്തവർക്കാണെങ്കിൽ ഗ്ലോസി എഫക്റ്റും വരത്തില്ല, പക്ഷേ നമുക്ക് ലിപ് പ്രൊട്ടക്ഷനും ഉണ്ടാവും. അതുപോലെ തന്നെ ഇതും എർത്ത് റിതമിൻ്റെ ഈ പ്രോഡക്റ്റും എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് SPF 30 ആണ്, പക്ഷേ ഇതും സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതും എനിക്ക് നല്ല റിസൾട്ടാണ്. ഞാൻ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് പറയാം. റിസൾട്ട് ഞാൻ പറയുന്ന പോലെ ആസ് യൂഷ്വൽ നിങ്ങൾ കമൻറ്റിൽ തന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് നല്ല റിസൾട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ പറയുന്നതിലും നിങ്ങളുടെ റിസൾട്ട് അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, ടേക്ക് കെയർ.